വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. തുടക്കമാണ്. ഈ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു അവകാശം കൂടെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇതിലേക്ക് കയറി വരുമ്പോൾ ഈ സ്ഥലത്തെപ്പറ്റിയും ഇതിൻ്റെ പൂർവ്വകാല സ്ഥിതിയെപ്പറ്റിയും എല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരുപക്ഷെ ഈ സ്ഥലം ഈ പ്രസ് ക്ലബ്ബ് സ്ഥാപിച്ചതിൽ പിന്നെയാണ് അല്പമെങ്കിലും വൃത്തിയായത്. അതിനു മുമ്പ് ഇത്രയും വികൃതമായി കിടന്നൊരു സ്ഥലം ഈ പ്രദേശത്ത് വേറൊന്നുമില്ലായിരുന്നു. അന്ന് പതിച്ച് കിട്ടിയപ്പോഴും അന്ന് കെട്ടിവെക്കാൻ കാശില്ലാതിരുന്നിട്ടും ഞാനുമല്ല ആരുമല്ലാതിരുന്ന കാലത്ത് ഞാൻ നിങ്ങളുടെ ഒരു ഭാഗമായി, പത്രത്തിൻ്റെ ഒരു ഭാഗമായി ആലപ്പുഴ കറങ്ങി നടന്ന കാലത്ത് അതിനെ വെട്ടിവെക്കാൻ അന്നിവിടെയുള്ള പ്രഭുവന്മാരാരും കാശ് കൊടുക്കാനിട്ട് ഞാനാണ് പൈസ കൊടുത്തത്. ഞാൻ എഴുതി കൊടുത്തേക്ക് അത് കൊണ്ടാ മാറിയത് ഗൃഹരി എന്ന് പറയുന്ന ഒരാളാണ്. ആ ഗൃഹരി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അതെന്നെക്കൊണ്ട് പ്രേരിപ്പിച്ച് എഴുതിപ്പിച്ച വർഗീസ് എം വർഗീസ് മാതൃഭൂമി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മാതൃഭൂമി ഓഫീസിലെ ഒരു ജീവനക്കാരനായി, ചെറിയൊരു ജീവനക്കാരനായി ഗൃഹരി അന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. അതെന്തുമായിട്ട് അതിനുശേഷം ഇതിൻ്റെ വളർച്ചയ്ക്ക് പോലും പലപ്പോഴും കൊടുത്തും പിരിപ്പിച്ചും ഈ പ്രസ് ക്ലബിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരുവനായി, പ്രത്യേകിച്ചും ഇതിൻ്റെ പൂർവ്വകാല സുഹൃത്തുക്കൾ, അവരെല്ലാം ഈ തരുണത്തെ സ്മരിക്കാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. നിങ്ങളെന്നെ ആദ്യമായി വിളിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാൻ തന്നെ ഒരു വികാരം ഞാൻ ഈ ക്ലബ്ബുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ടായിരിക്കും. അന്ന് പ്രവർത്തിച്ച എന്നോടൊപ്പം ഉണ്ടായിരുന്ന മാതൃഭൂമി വർഗീസായാലും, മനോരമയുടെ അലക്സായാലും, മലയാള രാജ്യം ഗോപിയായാലും, ദീപിക ആശാനായാലും, അന്നുണ്ടായിരുന്ന കേരളമോദി കൃഷ്ണൻ ചേട്ടനായാലും, കാർത്തികേയനായാലും, ദീപികയല്ല ദിനമണി, അദ്ദേഹത്തിൻ്റെ കരുണാകരൻ, ഇദ്ദേഹം അന്ന് മൈനറായിട്ടന്ന്, ഇന്നൊക്കെ നരച്ചുവെങ്കിലൊന്നും കൊച്ചു പയ്യനാണെന്ന്, കരുണാകരൻ, അവരുടെ എല്ലാം ഓർമ്മകളാണ്. ഇവരെല്ലാം അന്ന് ഇവരോടൊപ്പം പലപ്പോഴും പത്രപ്രവർത്തകനായിട്ട് സമ്മേളനം നടക്കുമ്പോൾ അന്ന് പത്രപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ ഒരു ബെഞ്ചിരിക്കാൻ കിട്ടും. ഞാനും പോകും ഇവരുടെ കൂടെ പോയി അവരോടൊപ്പം ഇരിക്കാൻ ഒരു ബെഞ്ചും കിട്ടി. ബാക്കിയെല്ലാവരും മണ്ണിലിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബെഞ്ച് കിട്ടും. ആ കൂട്ടത്തിൽ ഞാനും ഇരിക്കും. അങ്ങനെ ഇരുന്ന് ഈ പത്രപ്രവർത്തനത്തിൻ്റെ ശൈലിയും റിപ്പോർട്ടിങ്ങും ഒക്കെ ചെറുപ്പകാലങ്ങളിലെല്ലാം തന്നെ, ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാൻ കോൺട്രാക്ടറായിട്ട് ആലപ്പുഴ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം, കൊല്ലങ്ങൾ കുറേ ആയി. അങ്ങനെ ഇവിടെ വരുമ്പോൾ എൻ്റെ ആ പഴയകാല സ്മരണകളും അതോടൊപ്പം എന്തോ എൻ്റെ ഒരു ഭവനത്തിലേക്ക്, എൻ്റെ നാട്ടിലുള്ള ഒരു പ്രസ് ക്ലബ്ബ് എൻ്റെ വീട്ടിലേക്ക് കയറുന്നൊരു പ്രതീതിയും സന്തോഷവും. നിങ്ങളെനിക്ക് ഒരു പരിഗണന നൽകിയെന്നുള്ളതാണ് ഈ പിൻതലമുറക്കാർ. ഏതാണ്ട് ഞാൻ പറഞ്ഞതുമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു മൂന്നാം തലമുറക്കാരായിരിക്കും നിങ്ങൾ. വർഗീസ് മരിച്ചു, വർഗീസിൻ്റെ മകൻ ജോയി മരിച്ചു, അടുത്ത തലമുറ ആയിക്കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരും നോക്കുകയാണെങ്കിൽ, എൻ്റെ മുൻ തലമുറക്കാർ നോക്കുകയാണെങ്കിൽ കൃഷ്ണൻ ചേട്ടൻ മരിച്ചു, കൃഷ്ണൻ ചേട്ടൻ്റെ മകൻ കാർത്തികേയൻ മരിച്ചു, പിന്നെ അടുത്ത തലമുറ. അപ്പോൾ ഏതാണ്ട് 3 തലമുറയുടെ ബന്ധങ്ങൾ ഇതിലുണ്ട്. അതിൽ അവരുടെ ആരുടെയെങ്കിലും മക്കളുടെ മക്കളോ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്നെനിക്കറിയില്ല. പണ്ടൊക്കെ ആണെന്നെങ്കിൽ ഈ ഒരു പാരമ്പര്യം വെച്ച് ഇതിൻ്റെ ഉടമസ്ഥരെ കൊടുക്കുമായിരുന്നു. കാരണം അച്ഛൻ മരിച്ചാൽ മകന് കൊടുക്കും, മകൻ മരിച്ചാൽ മകന് കൊടുക്കും. അങ്ങനെ ആ അവകാശങ്ങൾ, ആ അധികാരങ്ങൾ, ആ പ്രതിനിധി എന്ന നിലയിലുള്ള അവകാശങ്ങളൊക്കെ അന്ന് കൊടുത്തു വരുന്ന ഒരു പാരമ്പര്യമായിരുന്നു. പിന്നെ അന്നത്തെ ടെക്നോളജി, അന്നത്തെ സംവിധാനം, അന്നത്തെ ചിന്തകളും പ്രവർത്തനങ്ങളുമൊക്കെ ഒരുപാട് മാറിപ്പോയി. എന്തുമാകട്ടെ, ഞാനും അന്ന് പത്രാധിപരല്ലെങ്കിലും ഇന്ന് ഞാനും ഒരു ചെറിയൊരു പത്രാധിപരാണ്. അപ്പോൾ നിങ്ങളിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ ഒരു ചെറിയ പത്രമല്ല, പ്രസിദ്ധീകരണമാണ് യോഗനാഥം. നിങ്ങളെല്ലാം ലക്ഷങ്ങളടിക്കുന്നത് തൊട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പത്രം അടിക്കുന്ന ആളുകൾ വരെ ഈ രാജ്യത്ത് ഉള്ളതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. വലിയ പീഡനങ്ങളൊന്നും പാടില്ല. ഈ തുടക്കം മോശമാകരുത്.
തുടക്കം നിങ്ങൾ വാർത്തയ്ക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കാൻ എന്നെ ഒരു ഇരയാക്കരുത്. നമുക്ക് പരസ്പരമായ ഒരു ധാരണയും പരസ്പര സ്നേഹവും ബഹുമാനവും കൊടുത്ത് ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാതെ നമുക്ക് ആ തുടക്കം എങ്ങനെ നന്നായിരിക്കുന്നു അതനുസരിച്ചല്ലേ അന്ത്യം വരെ നന്നാകണ്ടേ. അതുകൊണ്ട് വാർത്തകൾക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കാതെ അതിനാരെങ്കിലും കിട്ടുമെങ്കിൽ അവരെ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും നിങ്ങളൊരുവനായ എന്നോട് അതിൻ്റേതായ എല്ലാ സ്നേഹവും വാത്സ്യവും മാന്യതയും പുലർത്തണമെന്ന് ആദ്യമായിട്ട് ഒരപേക്ഷയുണ്ട്. ഇനി നിങ്ങൾക്കാകാം. ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ 2 മുന്നണിയുണ്ട്, 3 മുന്നണിയുണ്ട്. ഇവരെല്ലാം രാഷ്ട്രീയപരമായിട്ട് ശക്തിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഞാൻ ഭൂരിപക്ഷ സമുദായ ഐക്യം, നായാടി തൊട്ട് നമ്പൂതിരി വരെ ഉള്ളവരുടെ ഐക്യം എന്ന ആ അജണ്ടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുമുന്നണികളും വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും ഇവിടുത്തെ പല സ്ഥാനങ്ങളും പരിഗണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമായിട്ടുണ്ടായിരുന്നു. ആ ശക്തമായ തുടക്കം വന്നുകൊണ്ട് ഭൂരിപക്ഷ സമുദായ ഐക്യം അതിൻ്റേതായ യാത്രയും എൻ്റെ ശക്തി അറിയിക്കുവാനും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ മനസ്സിലാക്കുവാനുമായിട്ട് ഈ അടുത്ത മാസം 25-ാം തീയതി 23-ാം തീയതി തുടങ്ങി ഡിസംബർ 5-ാം തീയതി ശംഖുമുഖത്ത് അവസാനിപ്പിക്കുന്ന ഒരു ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഒരു യാത്ര പ്രഖ്യാപിച്ച് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇരു മുന്നണികളും ഇന്നലെ വരെ ഇല്ലാത്ത ഒരു പരിഗണനയും പരിരക്ഷയും പ്രത്യേകിച്ച് SNDP യോഗത്തിൽ നൽകുന്നു എന്നുള്ള പറയാതെ നിർത്തിയില്ല. ഇല്ലാഞ്ഞിട്ട് വിളിച്ച് വരുത്തി ശാഖായോഗത്തിൻ്റെ യൂണിയൻകാരുടെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വല്ലതും ഉണ്ടോ പറഞ്ഞോ തരാം എന്ന് പറഞ്ഞുകൊണ്ട് സീറ്റുകളിൽ നിന്ന് അഹമിഹയായി സീറ്റ് കൊടുക്കുവാൻ തയ്യാറായ ഒരു പുത്തൻ ശൈലി കാണുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നലെ വരെ എല്ലാ മേഖലയിലും നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ ഒരു കൂട്ടായ്മ കണ്ടപ്പോൾ തൊട്ട് തന്നെ വിറളിവുണ്ട്. ഈ വിഭാഗത്തിന് പരിഗണന കൊടുത്തില്ല, പരിരക്ഷ കൊടുത്തില്ല എങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളുണ്ടാകുമെന്നുള്ള തോന്നലുകൾ ഉണ്ടായി, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ. അതുകൊണ്ട് അവരെല്ലാം തന്നെ ഒരുപാട് സീറ്റുകൾ ശാഖാ സെക്രട്ടറിമാരെ വിളിച്ചും യൂണിയൻ നേതാക്കന്മാരെ വിളിച്ചും അതല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരെ വിളിച്ചുമൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഈ നീതി നിഷേധമാണ് ഞങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടെത്തിച്ചത്. എപ്പോഴും ഈ ജാതി ചിന്ത ഉണ്ടാകുന്നത് ജാതീയപരമായ നീതി നിഷേധം വരുമ്പോൾ ജാതീയപരമായ ചിന്തകളുണ്ടാകും. അപ്പോൾ ജാതി പറയും, ജാതി ചിന്തിക്കും, ജാതീയപരമായി പ്രവർത്തിക്കാൻ നിർബന്ധരാകും. പക്ഷെ ഞങ്ങൾ ഒന്ന് സംഘടിച്ചാൽ ഇവിടെ സുനാമി വരുമെന്നുള്ള നിലയിൽ ഞങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കടന്നാക്രമണം, എന്നെ പ്രത്യേകിച്ചും. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം വേറൊന്നുമല്ല, ഈ ഇടതായാലും വലതായാലും എല്ലാ മുന്നണിയും UDF LDF എന്നെ പ്രത്യേകിച്ചും ആക്രമിക്കുന്നു അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നു എന്ന് വരുമ്പോൾ അത് എനിക്കൊരു പ്ലസ് പോയിൻ്റാണ്. എത്ര കോടി മുടക്കിയാൽ ഇത്തരം പരസ്യം കിട്ടും? ഒരിക്കലും കിട്ടുകയില്ല. ഇപ്പം ഞാനില്ലാത്ത ഏത് പത്രമുണ്ട്, ഞാനില്ലാത്ത ഏത് മീഡിയയുണ്ട്? ഇത് ഇന്ത്യ മുഴുവൻ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു ശക്തി എന്തുമാത്രമാണ് നിങ്ങൾ ആലോചിക്കണം. ഈ പറയുന്നവർ വിചാരിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാനേതാണ്ട് ക്ഷീണിതനായിട്ട് പുറകോട്ട് ഓടുമെന്നാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ പലരും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പല കാര്യങ്ങളും പറയേണ്ടവരൊക്കെ പറഞ്ഞ്
നിവേദനം കൊടുക്കും, പറയും, കരയും, കാല് പിടിക്കും. ഇതെല്ലാം കൊണ്ടും ആരും ശ്രദ്ധിക്കപ്പെടാതെ വരികയും പരിഗണിക്കപ്പെടാതെയും വരുമ്പോൾ അവസാനം പ്രതിരോധിക്കാൻ, അതിൽ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുവാൻ തയ്യാറാകും. ആ പടപ്പുറപ്പാണ് നടത്തുമ്പോൾ ഇവിടുത്തെ ഇരുമുന്നണിയേക്കും ഉറക്കം കെടുത്തലും വരും. അപ്പോൾ പല കേസുകളും പറയും, എന്നെപ്പറ്റി കുറ്റം പറയും. എന്നെപ്പറ്റി നിങ്ങൾക്ക് 40 കൊല്ലം നിൽക്കുമ്പോൾ ഒരു കുറ്റം ഉണ്ടായിരുന്നു. ഞാനന്ന് ഒരു കൊലക്കേസ് ചൈനീസ് യുദ്ധം കഴിഞ്ഞ ഉടനെയാണ് കാരുവള്ളി ദിവാകരനെ ഞാൻ കൊന്നൊന്നും പറഞ്ഞായിരുന്നു അന്ന്. കുറേ കഴിഞ്ഞപ്പോഴാണ് കാരുവള്ളി ദിവാകരൻ ഒളിച്ചോടി എന്ന് പറഞ്ഞ് ദിവാകരൻ പച്ചയായി മുമ്പ് വന്നു. അപ്പോൾ അല്പം കാലം കഴിയേണ്ടി വന്നു. ആ കാലം ദിവാകരനെ പറ്റി ആക്ഷേപം പറഞ്ഞ് പ്രകടനം നടത്തിയ പാർട്ടിക്കാർ പിന്നെ തല കുനിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് 15 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് നടന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ മുമ്പ് 300 മേൽ ദിവസം പാർട്ടി ഭരിക്കുമ്പോൾ തന്നെ 16 കൊല്ലങ്ങൾക്ക് മുമ്പ് സമരം വന്നു. അന്ന് LTT പ്രഭാകരനാണ് ഞാൻ. മണ്ണെണ്ണയും ഡീസലും കൊടുക്കുന്നത് ഞാനാണ്. ഭീകരനാണ്. അവിടെ ഒരു ആൻറ്റിന വെച്ചിരിക്കുന്നത് മുഴുവൻ അത് വിദേശത്തുമായിട്ട് ബന്ധമുള്ളതാണെന്ന് എന്നും പറഞ്ഞ് എത്ര ടൺ കണക്കിന് പച്ചക്കള്ളം എഴുതും. അതോടൊപ്പം തന്നെ റെയ്ഡ് ചെയ്തു. അവിടുന്ന് മുഴുവൻ കിട്ടുന്നത് വൈരങ്ങളാണ് കിട്ടിയെന്ന് പറഞ്ഞ്. വൈരം പോയിട്ട് വൈരത്തിൻ്റെ ഒരു കഷണം പോലും അവിടെ എൻ്റെ വീട്ടിലായിരുന്നു. 6 ഡൂപ്പ് മുത്തുകളുണ്ടായിരുന്നു. അത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഈ ഭീമൻ്റെ എക്സ്പെർട്ടുകാർ പൈ ആൻഡ് കമ്പനി എന്നാണ് വരുത്തി. പൈ എറണാകുളത്തു നിന്ന് വന്ന് പരിശോധിച്ച് അവർ പരിശോധിച്ച് ഇത് മുഴുവൻ വെറും ഡൂപ്പ് സാധനമാണെന്ന് പറഞ്ഞു പോയി. അന്നും ഞാൻ ജീവിച്ച്. അത് 15 കൊല്ലങ്ങൾക്ക് മുമ്പ് വേറെ എന്താ ചെയ്തത്? അന്ന് സമരം നടത്തി. എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പാർട്ടി ഭരിക്കണ കാലത്താണ് സമരം നടത്തിയത്. ഞാൻ ചെയ്യാത്ത തെറ്റിന് കൊല്ലത്ത് സമരം ചെയ്ത് അവിടെ കോളേജിൻ്റെ കാര്യത്തിൽ നയനാരുടെ മുഖ്യമന്ത്രി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞാൻ തീർക്കാം നമ്മുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇവിടെ മുമ്പിൽ വെച്ച് തീർത്തില്ല എന്നൊരൊറ്റ കാര്യം പറഞ്ഞ്, താൻ പുതിയ ബന്ധങ്ങളാണെങ്കിൽ ഞാനും പുതിയ ബന്ധങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോളേജ് പ്രിൻസിപ്പലിനെ ബന്ധയാക്കിക്കൊണ്ട് അവിടെ ഒരു നാടകം നടത്തി. അടുത്ത ദിവസം എൻ്റെ വീട്ടിലേക്കാണ് തുടങ്ങുന്നത്. അത് 1 കൊല്ലത്തോടടുത്ത്. അടുത്ത് നടന്നതിൻ്റെ അന്ത്യവും എന്തായിരുന്നു? ഒരുപാട് എൻ്റെ ഗേറ്റിൽ നിന്ന് വന്നാൽ കാണാം. എൻ്റെ ഗേറ്റിൽ വെട്ടിയ പാടുകൾ, ഗുണ്ടകളൊക്കെ ഉണ്ട്. അന്ന് റേപ്പ് ചെയ്ത സ്ത്രീ 15 കൊല്ലം കഴിഞ്ഞ് കേസ് ശിക്ഷിക്കപ്പെട്ടവർക്കാണ് മറ്റന്നാൾ സ്വീകരണം വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. റേപ്പ് ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഈ പ്രസ് ക്ലബ്ബിൽ വെച്ച് തന്നെയായിരുന്നു പ്രസ് കോൺഫറൻസ് എന്ന് കണ്ടത്. അവരുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ടുള്ള ഒരു യോഗം പല നേതാക്കന്മാരും സംവദിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രതികൾ ബലാത്സംഗം ചെയ്ത സ്ത്രീകളെ അന്ന് നാട്ടിൻപുറങ്ങളിൽ എന്തുമാത്രം ആക്രമണം നടത്തി. അതെല്ലാം പാർട്ടിക്കാരായ വീടുകളിൽ ചെന്ന് ചെയ്തത്. ആ സമരവും തീർന്നു. ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഇഷ്ടത്തെ അനുസരിച്ച് നിന്നില്ല എങ്കിൽ ഇഷ്ടമില്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റം എന്ന നിലയിൽ തകർക്കാനും എന്നെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം എൻ്റെ കൂടെയാണ്. ഞാൻ ഇത്രയും പ്രതിസന്ധികളൊക്കെ വന്നിട്ട് പോലും ഞാൻ തളർന്നിട്ടില്ല, തകർന്നിട്ടില്ല. ഇപ്പോഴും ആരെയും തോൽപ്പിക്കാനുള്ളതല്ല, ആരോടും വിരോധവുമില്ല. പക്ഷേ ചില സാമൂഹ്യ സത്യങ്ങൾ പറയുമ്പോൾ ഉടനെ എന്നെ കള്ളൻ, കൊള്ളുകയില്ലാത്തവൻ, കള്ളനോട്ടുകാരൻ, ജാതി പറയുന്നവൻ, അതോടൊപ്പം ഞാൻ ബെല്ല്, പിന്നെ എന്തൊക്കെ പറയാനൊക്കെ. ആദ്യം പറഞ്ഞത് എന്താണ്? മൈക്രോ ഫൈനാൻസിൻ്റെ കൊള്ളയടിക്കുന്നവൻ. അങ്ങനെ ഇതെല്ലാം പറയുമ്പോൾ എനിക്ക് പ്ലസ്സാണ്. കാരണം ഈ മൈക്രോ ഫൈനാൻസിലൂടെ 4000 മേൽ കോടി രൂപ കൊടുത്ത അനുഭവിക്കുന്ന സ്ത്രീകൾ, അവരുടെ വികാരം എന്താണ്? ആ അനുഭവിക്കുന്ന സ്ത്രീകൾക്കറിയാമല്ലോ സത്യം എന്താണെന്ന്. ആ സ്ത്രീകൾക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ ഈ ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഒരു പണത്തിലും തൊടുന്നില്ല എന്ന്. ആ സ്ത്രീകളുടെ വികാരമാണ് ഡൽഹി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൻ്റെ മുമ്പിൽ വരെ പ്രകടനം നടത്തി മെഴുകുതിരി കത്തിക്കുവാൻ, ഇവർക്ക് നല്ല മനസ്സ് തോന്നുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ പോയി എങ്കിൽ അതവരൊരു വികാരമാണ്. അപ്പോൾ ഓരോ കാര്യത്തിനും ഞങ്ങളോട് ഒരു നയവും മറ്റുള്ളവരോട് വേറെ നയവും
നടത്തുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ രാജ്യത്ത് നീതി നടത്തുന്ന ഭാഗത്ത് നമ്മൾ നിൽക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നികൃഷ്ടജീവി എന്ന് പറഞ്ഞ ഹൈറേഞ്ച് ഇടുക്കി പിതാവിൻ്റെ ഒക്കെ ചെന്ന് ടൈപ്പ് വെച്ച് അവിടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് അവർക്ക് എത്ര സീറ്റാണ് ഇപ്പോൾ കൊടുത്തത്? ഈ പഞ്ചായത്ത് 100 ചില്ലുവാണ് സീറ്റാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ നീതിയും കാണുകയും ഇപ്പോൾ പുതിയൊരു കണ്ടുപിടിച്ചിരിക്കുന്നത് ലീഗിന് മതേതര പാർട്ടി എന്നുവരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലീഗെന്ന് പറഞ്ഞാൽ തന്നെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പിന്മലയുള്ള ഏതാണ്ട് 6 or 7 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. INL-ഉണ്ട്, PDP ഉണ്ട്, ലീഗുണ്ട്, അങ്ങനെ കാന്തപുരത്തിൻ്റെ ഇപ്പോൾ തുടങ്ങി, അങ്ങനെ 6 or 7 എണ്ണം മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിൻ്റെ പിൻബലമുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിനും ഏതാണ്ട് 6 ഉണ്ട്. ജേക്കബുണ്ട്, ജോസഫുണ്ട്, മാണിയുണ്ട്, പിന്നെ കറിയ തോമസ് ഉണ്ട്, പിന്നെ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്. ഇങ്ങനെ 5-6 എണ്ണം അവർക്കുണ്ട്. ഇവരെപ്പറ്റി ആർക്കും ഇവിടെ ഒരു തർക്കവുമില്ല, സംശയവുമില്ല, അവരെപ്പറ്റി വിമർശനമില്ല. വെള്ളാപ്പള്ളി നടേശൻ RSS BJP RSS BJP ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കണം. അത് SNDP ആവും മാത്രമേ. ഞാൻ പറയും, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. ഞങ്ങൾ രക്ഷിച്ചിട്ട് വേണം ഞങ്ങൾ ശിക്ഷിക്കാൻ. ഇതേവരെ ഒരു രക്ഷയോ ഞങ്ങളുടെ സഹായമോ ഒന്നും ചെയ്യാതെ, എന്നാൽ ഇവരൊക്കെ ഭരണത്തിൽ വരുന്നതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പ്രമേയം പാസ്സാക്കിയ ഈ കേരളത്തിലെ ഏക സമുദായം SNDP യോഗമാണ്. ആ പ്രമേയം പാസ്സാക്കി അവർ ഭരണത്തിലും വന്നു. എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ഒന്നും തന്നില്ല. ചോദിച്ചത് തന്നെ എത്രയോ പ്രാവശ്യം എഴുതി കൊടുത്തു. ഒരു കരുണയും ഒരു കാര്യത്തിനും ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾക്കും അവരപ്പോൾ തന്നെ എല്ലാ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിടിക്കുവാൻ ഇരു മുന്നണികളും പരസ്പരം മത്സരിക്കുമ്പോൾ ഇനിയൊരു രക്ഷ വേണ്ടേ? ഇത് രണ്ടുമല്ലാത്തൊരെണ്ണത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അതിനുള്ളൊരു കൂട്ടായ്മയ്ക്കൊരു മുന്നേറ്റം. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൂട്ടായ്മ, നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള സമുദായത്തിൻ്റെ ഒരു കൂട്ടായ്മ, ഒരു സമുദായത്തിൻ്റെ അവകാശങ്ങൾ പിടിച്ചു പറ്റാനല്ല, അവർക്കും നീതിയും ധർമ്മവും എല്ലാ മേഖലയും കിട്ടണം എന്നുള്ളൊരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് ഞാനിന്ന് മോദിയെ കാണാൻ പോയി. മോദിയെ കാണാൻ പോയപ്പോൾ തൊട്ട് തന്നെ, എന്നാൽ ഇതിക്ക് മുമ്പും കോൺഗ്രസിൻ്റെ സോണിയാജി ഞാൻ പോയിട്ടുണ്ട്, ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു തർക്കവും പറഞ്ഞിട്ടില്ല. ഇതിക്ക് മുമ്പ് BJP ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അന്ന് ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി വിളിച്ചു കൊല്ലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പത്രാധിപരുടെ പ്രതിമ അനാവരണത്തിന്. അന്നൊന്നും ഇന്ന് വിമർശിക്കപ്പെടുന്നവരാരും ഒന്നും വിമർശിച്ചില്ല. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടിരിക്കുമ്പോൾ AK സെൻറ്റർ എത്രയോ പ്രാവശ്യം ഞാൻ പോയിരുന്നു, നയനാരെ കണ്ടിരിക്കുന്നു. അന്ന് സെക്രട്ടറി ആയിരുന്ന VS അച്യുതാനന്ദൻ എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു. അവരെല്ലാം അധികാരമുള്ളവർക്ക് കണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ പോയത്, അല്ലാതെ എൻ്റെ സ്വന്തമായ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ BJP ഇന്ത്യ ഭരിക്കുന്നു. ആ ഇന്ത്യ ഭരിക്കുന്ന മോദിയെ കാണാൻ ഞാൻ പോയി. നിർഭാഗ്യവശാൽ ആദ്യ ദിവസം കാണാൻ സാധിച്ചില്ല. 2ാം ദിവസം ഞാൻ പോയി കണ്ടു ഞാൻ പറഞ്ഞു, ശങ്കർ സാറിൻ്റെ പ്രതിമ അനാവരണത്തിൽ വരണം, അദ്ദേഹം ഡിസംബറിൽ വരാമെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ മറ്റു ചില ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു. കാരണം ഇവിടെ പാവങ്ങൾ ഒരുപാടുണ്ട്. ജനാധിപത്യം വന്ന് 60 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഇവിടെ ഇന്ന് 10 സെൻറ്റും പദം തന്നു എന്ന് പറഞ്ഞാലും അതിനുശേഷം ഈ രാജ്യത്ത് മാറി വന്ന ഗവൺമെൻറ്റുകൾ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. 10 സെൻറ്റേ കിടന്നവൻ അവിടെ തന്നെ കിടന്ന് അവൻ മുറിച്ച് മക്കളുടെ മക്കൾക്കുമായി കൊടുത്തപ്പോൾ മറ്റൊരിടം തിരക്കാൻ സ്ഥലമില്ലാതെ, വീട് വയ്ക്കാൻ സ്ഥലമില്ലാതെ, മറ്റുള്ള സമൂഹത്തിന് സമുദായങ്ങൾക്ക് ഏറെ സൗകര്യങ്ങളും സഹായങ്ങളും വിവിധ സ്കീമിലൂടെ കൊടുക്കുമ്പോൾ ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ ഏറെയും മറ്റുള്ളവർ കുറച്ചാണെങ്കിലും ഇന്ന് കിടക്കാൻ സ്ഥലമില്ലാത്ത, ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് കിടക്കാൻ ഭൂമി അനാവശ്യമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടക്കാലാവധി കഴിഞ്ഞവർ അനാവശ്യമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ഏക്കറുകൾ ഇവിടെയുണ്ട്. അതെല്ലാം കൊടുത്താണെങ്കിലും വീട് വയ്ക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്ന് തൊട്ട് പറഞ്ഞവരുണ്ട്, എല്ലാവർക്കും വീട് വീട് കിട്ടാത്ത എത്രയോ പേരെയും ആ വീട് കൊടുക്കുന്ന കാര്യത്തിന് ജാതി നോക്കി കൊടുക്കുന്ന ഒരവസ്ഥ.
അതെല്ലാം മാറി ഇല്ലാത്തവനാർ വീടില്ലാത്തവന്മാർ അവിടെയെല്ലാം ജാതിയും മതവും നോക്കിയില്ല, ഇല്ലായ്മ നോക്കി കൊടുക്കണം. അതുകൊണ്ട് വീടുകൾ പാവപ്പെട്ടവർ കൊടുക്കുവാൻ അത് ന്യായമായ ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് സൗജന്യമായി വെച്ച് കൊടുക്കാൻ ഉള്ള ഒരു താല്പര്യം ഉണ്ടാകണം. മാത്രമല്ല മൈക്രോ ഫൈനാൻസ് വലിയൊരു ആശയപരമായി ഞങ്ങൾ SNDP യോഗം ഒരു NGO ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പലർക്കും ഇപ്പോൾ സംശയമുണ്ട്, ഞങ്ങൾക്ക് SNDP യോഗത്തിന് മൈക്രോ ഫൈനാൻസ് ചെയ്യാനുള്ള അധികാരം എവിടുന്നു? ഞങ്ങളുടെ ഭരണഘടനാപരമായ അധികാരം അതിനകത്തുണ്ട്. അതുകൂടാതെ ഞങ്ങൾ NGO ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാനുള്ള അധികാരവും അവകാശം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ പണം കൊടുക്കുന്നുണ്ട്. ആ പണം കൊടുക്കുന്നതിൽ പലിശ കൂടുതലാണ്, ബാങ്കുകാരിൽ നിന്ന് പലിശ കൂടുതലായതുകൊണ്ടാണ്. അതുകൊണ്ട് പലിശ കുറച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവർ ആദ്യം മതവും വണ്ണവും വർഗവും നോക്കാതെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് മൈക്രോ ഫൈനാൻസ് സമ്പത്ത് എത്തിക്കുവാനുള്ള സഹായകരമായ ഫണ്ട് ബാങ്ക് വഴിയോ മറ്റു വിധത്തിലോ കൊടുക്കുവാനുള്ള ഒരു സംവിധാനം അടിയന്തരമായി ഉണ്ടാകണം. മറ്റൊന്ന് പറഞ്ഞത്, വ്യവസായങ്ങൾ കേരളത്തിൽ നോക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൊത്തം വ്യവസായത്തിൻ്റെ 5% പോലും കേരളത്തിലില്ല. പ്രബുദ്ധരായ വിദ്യാഭ്യാസമുള്ള ടെക്നിക്കലായി ഒരുപാട് പഠിച്ച ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അവർക്ക് ജോലി സാധ്യത വളരെയേറെയുണ്ട്. സ്ഥലമുണ്ട്, വെള്ളമുണ്ട്, കറണ്ടുണ്ട്. ഇതെല്ലാം പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയുള്ള കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾ വരണം. അതിനങ്ങയുടെ ഒരു കരുണ കേരളത്തിലേക്ക് കൂടി ഉണ്ടാകണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തുടങ്ങി അവിടെ ചെന്ന് കണ്ടപ്പോൾ തൊട്ടാണ് ഇവിടെ ഈ ബഹളങ്ങളെല്ലാം ഉണ്ടായി. ഞാൻ ഇതിക്ക് മുമ്പ് പല രാഷ്ട്രീയക്കാരെ കാണാറുണ്ട്. ഈ ഇന്ത്യ ശ്രീ മോദി ഭരിക്കുന്നു എങ്കിൽ ഇവിടുത്തെ ഒരൊറ്റ സമുദായത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അവർ വേറെ ആളുകളുടെ കോൺട്രിബ്യൂഷനും വോട്ടും കൊണ്ട് അവർ ഇന്ത്യ ഭരിക്കുകയാണ്. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ BJP ആരുമല്ലെന്ന് പറയാൻ ഞാൻ അത്ര മണ്ടനാണോ? മാത്രമല്ല BJP ഒറ്റയ്ക്കാണോ ഭരിക്കുന്നത്? അതിനെ വർഗീയമായിട്ട് കാണുമ്പോൾ ഞാൻ ഒന്നേ ചോദിക്കാനുള്ളത്, ലീഗിൽ വർഗീയത കാണുന്നില്ല, കേരള കോൺഗ്രസ് വർഗീയത കാണുന്നില്ല. ഈ രണ്ടിലും വർഗീയത കാണാത്തവർ BJPയിൽ എങ്ങനെയാണ് വർഗീയത കണ്ടത്? ലീഗിനകത്ത് നോക്കിയാൽ അതിൻ്റെ ജയിച്ചു വന്നിരിക്കുന്ന എല്ലാം ഒരൊറ്റ സമുദായമാണ്. കേരള കോൺഗ്രസ് നോക്കിയാൽ ഒരെണ്ണമറ്റ ഒഴിച്ച ബാക്കി എല്ലാം തന്നെ ഒരൊറ്റ സമുദായമാണ്. അപ്പോൾ ഇതിനെയൊന്നും വർഗീയമായി കാണാതെ BJPയുടെ നിങ്ങളെടുത്ത് നോക്കിയാൽ മന്ത്രിമാരിൽ തന്നെ 4ഓളം മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇവിടുന്ന് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച ശേഷം രാജിവെച്ച് പോയ ഇടുക്കിയിലുള്ള ഒരു MLA ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അൽഫോൻസ് കണ്ണന്താനം. അൽഫോൻസ് കണ്ണന്താനം BJPയിലെ ശക്തനായൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഇതൊന്നും കാണാതെ BJPയെ ജാതി മാത്രം കാണുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നാലും കാശ്മീരിൽ ആരൊക്കെ ചേർന്നാണ് ഭരിക്കുന്നത്? PDPയും അതോടൊപ്പം തന്നെ BJPയും തമ്മിൽ ഭരിക്കുന്നു. PDP എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിങ്ങളും PDPയും കൂടെ BJPയും കൂടെ ഒന്നിച്ച് ഭരിക്കുന്നു. ഗോവയിൽ ആരൊക്കെ കൂടെ ഭരിക്കുന്നത്? ക്രിസ്ത്യാനിയല്ലേ അവിടെ മഹാഭൂരിപക്ഷം, അവരും BJPയും കൂടെ തമ്മിൽ ഭരിക്കുന്നു. അത് എവിടെയെങ്കിലും ആര് ഭരിച്ചോട്ടെ, പക്ഷേ ഇതിൻ്റെ എല്ലാം പേര് പറഞ്ഞ് എന്നെ എന്തിന് ചോദിക്കണം? പിന്നെ ഞാൻ ആരെ കാണണം, ആരെ കാണാൻ പാടില്ല എന്ന് ഒരു ലക്ഷ്മണരേഖ ഒരു പാർട്ടിക്കും വരയ്ക്കാനുള്ള അവകാശമോ അതിന് അധികാരമോ ഇവർക്കെല്ലാം ആര് കൊടുത്തു? പറയട്ടെ, ഇവർക്ക് ആരെ കൊടുത്തു? ഞങ്ങളെ മാത്രം വിടുകയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ വിടാതിരിക്കാനുള്ള അധികാരപത്രം പട്ടയവും ഇവർക്ക് ആര് എവിടുന്ന് കൊടുത്തു എന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങളവിടെ നില്ലേ, ഞാൻ മറ്റെവിടെ പറയാം കേട്ടോ. എനിക്ക് പറയാൻ അവസരം തന്നിട്ട് കൈരളി അങ്ങനെ തടയരുത്. കൈരളിയുടെ അജണ്ട എനിക്കറിയാം, അത് കയ്യിരിക്കട്ടെ. എനിക്ക് പറയാനുള്ള അവസരം തന്നെങ്കിൽ അത് പറയാൻ തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ എണീറ്റ് പോകും. അപ്പോൾ BJPയുടെ അജണ്ട അല്ലെങ്കിൽ ബാക്കിയുള്ള അജണ്ട, നിങ്ങളുടെ അജണ്ട നടക്കാൻ അത് വയ്ക്കും, അത് നടക്കണുണ്ടല്ലോ. അത് നടക്കണുണ്ടല്ലോ. കാരണം
നിങ്ങൾ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് വേട്ടയാടുമ്പോൾ എൻ്റെ വ്യവസായപരമായ കാര്യങ്ങൾ, എൻ്റെ സ്വകാര്യതയെപ്പറ്റി പറയാം, ബെല്ലിനെ പറ്റി, എൻ്റെ സമ്പത്തിനെ പറ്റി, അതുപോലെ തന്നെ ശാശ്വാനന്ദ സ്വാമിയുടെ മരണത്തെപ്പറ്റി, ഇങ്ങനെ എല്ലാം പറയുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഓരോന്നുമായിട്ട് ഇന്ന് നിരന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയാൻ എനിക്ക് അവസരം തന്നില്ലേ പിന്നെ ഞാനെന്തിനാണ് അവിടെ പറയണത്? നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് പറയാനാണെങ്കിൽ അതിന് വേറെ ആളെ വെച്ചാൽ മതി. എനിക്ക് പറയാനുള്ള അവകാശവും അധികാരം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ വരികയില്ല. അപ്പോൾ വർത്തമാനകാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപകീർത്തി തന്നെ പെടുന്നുണ്ട്. ഈ അപകീർത്തിപ്പെടുന്നപ്പോൾ ആ അപകീർത്തിയെ ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. ഈ അപകീർത്തി എന്തുകൊണ്ടുണ്ടായി എന്ന് അപകീർത്തി പറഞ്ഞൊരു നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ BJP ബന്ധം തുടങ്ങിയത് പിന്നെയാണെന്ന്. അപ്പോൾ കൊണ്ടൊരു കാര്യം മനസ്സിലായല്ലോ, BJP ബന്ധം തുടങ്ങിയതിൽ പിന്നെയാണ് എന്നെ ഈ കുറ്റങ്ങളെല്ലാം കാണാൻ തുടങ്ങിയത്. അതായിക്കോട്ടെ, വളരെ സന്തോഷം. കാരണം എനിക്കുള്ള കുറ്റങ്ങളോ ബന്ധങ്ങളോ ശാശ്വത സ്വാമിയുടെ മരണം, മൈക്രോ ഫൈനാൻസിലുള്ള ബന്ധങ്ങൾ, അവന് ഇനിയും പല കൊലകളും ഉൾപ്പെടെ പലതും പുറത്ത് വരാനായിട്ട് ആരോപിച്ചു വരും. ഇതെല്ലാം കൂടെ ചേർത്ത് അന്വേഷിക്കട്ടെ. ഇനി പലതും അന്വേഷിക്കാനുള്ളതും കിടപ്പുണ്ട്. ഇപ്പം തന്നെ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ ഇതുവരെ കണ്ടുപിടിക്കാൻ ആർക്കാണ് സാധ്യതയുണ്ട്? നമ്മുടെ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വി കൃഷ്ണപിള്ളയാണ്. പ്രതിമ നടത്തിയിട്ട് പോലും ഇവിടെ കണ്ടുപിടിക്കാൻ ഇവിടുത്തെ പോലീസുകാർക്ക് സാധിക്കില്ല. അതൊന്ന് CBIക്ക് വിടുന്നു. എൻ്റെ കൂട്ടത്തിൽ എന്നെ CBIക്ക് വിടുക, അല്ലെങ്കിൽ ഇവർ നിശ്ചയിക്കണ ഏജൻസിക്ക് വിടുക. ആ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് വിട്ട് ഇവിടെ ഒരു ശാശ്വതമായ സമാധാന തർക്കങ്ങളുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം CBIക്ക് വിടട്ടെ. എന്നെപ്പറ്റിയുള്ളത് വിടട്ടെ. മൈക്രോ ഫൈനാൻസിൽ ഞാൻ കൊള്ളക്കാരനാണ്, കൊള്ള ചെയ്തു എന്ന് പറയും. ഇതെല്ലാം എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഒരു കാര്യം, കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ചുളിവിൽ പ്രസിദ്ധനാകാൻ സാധിച്ചതിലും അതിനാക്കി തന്നവരെ 100,000 നമോഭാഗം പറയാണ്. കാരണം ഞാൻ ആരാണെന്നും ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും ഈ പറയുന്ന ആളുകൾക്കൊന്നും അറിയില്ല. ഞാൻ ചെയ്യുന്നതും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇവിടെയുണ്ട്. ആ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കറിയാൻ ഞാൻ ആരാണ്, എന്താണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ സുധാകരൻ സാഹിബിനെ പറ്റി സാഹിബ് കഴിഞ്ഞ ദിവസം അടിച്ച് പൊളിച്ചെന്നെ തകർത്ത് തരിപ്പണമാക്കിക്കളെന്ന് പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞില്ലേ പുള്ളിക്ക് പിന്നെ രക്ഷയുണ്ട? അതൊക്കെ പറയണം അദ്ദേഹം. അത് എന്നോട്ടാണ് അദ്ദേഹം പറയാൻ തുടങ്ങിയത്? പിണറായി ഇവിടെ വന്നൊരു ക്ലാസ് എടുത്ത് പോയാൽ പിന്നെ സംഗതി എല്ലാ ക്ലാസ്സും റെഡി എൻ്റെ നേരെ. ഇതൊക്കെ കുറച്ച് ദിവസം കാണും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരു തീരുമാനം എടുത്തതല്ല, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. കാരണം ഇവരെല്ലാം ചില ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് ഓരോ പാർട്ടിയും. ആ ലക്ഷ്മണരേഖ കടക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലക്ഷ്മണരേഖ കടന്നവരാണ് ഇന്ന് വർഗീയതയിൽ. മുസ്ലിം ലീഗിനെ പറ്റി പണ്ട് കോൺഗ്രസ് എന്താ പറഞ്ഞിരുന്നത്? കേരള കോൺഗ്രസിനെ പറ്റി എന്താ പറഞ്ഞിരുന്നത്? അവർ ലക്ഷ്മണരേഖ കടന്നു. ആ ലക്ഷ്മണരേഖ കടന്നപ്പോൾ അവർ മതേതരക്കാരായി മാറി. ഞങ്ങളും അങ്ങനെ ഒരു മതേതരക്കാരായി മാറാനുള്ള കൂട്ടായ യത്നമാണ്. ഇത് പറഞ്ഞു നടന്നാൽ നോക്കുക, പ്രവർത്തിക്കണം. ഞങ്ങൾക്ക് ആ പ്രവർത്തിക്കാനുള്ള പ്രയത്നത്തിൻ്റെ തുടക്കമാണ്. ഒരു പാർട്ടിയോടും ഒരു നേതാവിനോടും വിരോധമില്ല. പിന്നെ എൻ്റെ വരവിനെ പറ്റി അന്വേഷിച്ചോട്ടെ. എനിക്ക് അച്ഛൻ ഓഹരി എന്നപ്പോൾ അന്ന് ഞാൻ തേങ്ങ ഇടുമ്പോൾ എനിക്ക് 35,000 തേങ്ങ കിട്ടുമായിരുന്നു. നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണ്. അന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലം മുഴുവൻ എൻ്റെ അച്ഛൻ എനിക്ക് താമസിക്കാൻ തന്നെ, ഞാൻ വാങ്ങിച്ചതല്ല, വീട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത്ര ഒന്നുമില്ലാത്ത കുടുംബത്തിൽ ഞാൻ ജനിച്ചതല്ല. പക്ഷേ എന്നെപ്പറ്റി ആരോപണം നടത്തിയവരുടെ ഭൂവാർ ശ്രമവും അവരുടെ ഇന്നത്തെ ജീവിത സൗകര്യങ്ങളും ആരായാലും അവരുടെയൊക്കെ വരുമാന സ്രോതസ് കൂടെ ഈ കൂട്ടത്തിൽ ഒന്ന് CBI ഒന്നും അന്വേഷിക്കേണ്ട, നാട്ടുകാരൊന്ന് വിലയിരുത്തിയാൽ മതി. എന്നെപ്പറ്റിയുള്ളത് CBI കൊണ്ടോ ഇൻകം ടാക്സ് കമ്മീഷൻ കൊണ്ടോ ഇൻകം ടാക്സുകാരെ കൊണ്ടോ ആരൊക്കെ കൊണ്ട് വേണമെങ്കിൽ അന്വേഷിപ്പിക്കുകയുണ്ട്. അതിനെല്ലാം ഫേസ് ഞാനിതെല്ലാം പ്രതീക്ഷിക്കുന്നതല്ലേ. ഇഷ്ടമല്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമായിട്ട് വരും. ഇനി എല്ലാം ഞാൻ വലത് കാലം വെച്ചാൽ അത് കുഴപ്പം, ഇടത് കാലം വെച്ചാൽ അത് കുഴപ്പം, 2 കാലം വെച്ചാൽ അത് അതിലും കുഴപ്പം. ഇങ്ങനെ കുഴപ്പങ്ങളുടെ ഒരു കൂമ്പാരം എൻ്റെ തലയിൽ വീഴുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എൻ്റെ പൊന്നു കൈരളി ഞാനിവിടെ ഇരിക്കുന്നത്. അതെ, അതുകൊണ്ടാണല്ല സുധാകരൻ. ഞാൻ എന്ത് അടിത്തറ തകർത്ത്?
ഞാൻ വല്ലതും ചെയ്താൽ ഇവിടെയുള്ള സഹാക്കന്മാർ തന്നെ എന്താ പറഞ്ഞത്, ഇവിടെ SNDP യോഗവും പാർട്ടിയായിട്ട് നല്ല ബന്ധത്തിൽ പോവാണ്, ഇവിടെ വന്ന് ഒരു ശല്യം ചെയ്യരുതേ എന്ന് പാർട്ടി നേതാവിനോട് പറഞ്ഞിട്ട് കേട്ടോ, ഇന്നലെ അടിച്ചോതാ പറഞ്ഞത്. അടിക്കട്ടെ, നമുക്ക് അതിലൊന്നും ഒരു വിഷമമില്ല, കാലങ്ങൾക്ക് തെളിയിക്കും. അല്ല അതിനു മുമ്പേ വിവാദം ഉണ്ടായി. ഞാൻ അതിനെത്രയോ നാളുകൾക്ക് മുമ്പ് ഉണ്ടായി. വിവാദം ഉണ്ടായ സമയങ്ങൾ നിങ്ങളൊന്നും ഓർക്കുന്നില്ല. അതിന് മുമ്പേ ഉണ്ടായിട്ട് എത്രയോ പ്രാവശ്യം എനിക്കെതിരെ വിവാദം ഉണ്ടായിട്ട് താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വിവാദം തുടങ്ങി. ഞാൻ നരേന്ദ്രമോദിയെ ഞാൻ കണ്ടതിലുള്ള തെറ്റെന്താ നിങ്ങൾക്ക്? രാഷ്ട്രീയ പാർട്ടി രൂപീകരണം ഇത് ഞാൻ അപ്പോഴും പറഞ്ഞു, SNDP യോഗം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയില്ല ഇല്ല എന്ന് അപ്പോഴും പറഞ്ഞിട്ട് പോലും എന്നെ വിട്ടുകയില്ല. ഉണ്ടാക്കിയെന്നാണ്. SNDP യോഗം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയില്ലെന്ന് ആണായിട്ട് പറഞ്ഞു. എന്നിട്ട് മുഴുകലും ഞാനത് ചെയ്യും. ഇപ്പം ഇതുവരെ അങ്ങനെയില്ല. ഇനി നാളെ ഞാൻ ചോദിക്കട്ടെ, BJP ആയിട്ടൊരു സഖ്യം ഉണ്ടാക്കിയെന്ന് തന്നെ വരട്ടെ കേട്ടെ. ഇവിടെ ഉണ്ടാക്കി എത്ര പേരുണ്ട്? അവരെ പറ്റി നിങ്ങൾ PC ജോർജിനെ പറ്റി എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഇവിടെ സഖ്യം ഉണ്ടാക്കിയ പലരും ഇല്ലേ? ഘടകകക്ഷിയായ പലരും ഇവിടെ കേരളത്തിലില്ലേ? ഇപ്പോൾ എന്നെ മാത്രമായിട്ട് നിങ്ങൾ വേട്ടയാടുന്ന എന്തിനാ? ഇതൊക്കെ സഖ്യം വേണോ വേണ്ടേ എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഇത് ഇല്ലാത്തൊരു കാര്യത്തിന് ജനിക്കാൻ പോണൊരു കൊച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിഴലിന് വേണ്ടി യുദ്ധം ചെയ്യണം. അതങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ബോഡി ആലോചിച്ച് വേണ്ടെന്ന് അപ്പം തീരുമാനിച്ചോളൂ. ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഇല്ല. അത് അങ്ങനെ ആ സഖ്യമല്ല. അതങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞങ്ങളുടെ ആളുകൾക്കുണ്ട് ഇഷ്ടംപോലെ. അത് പാർട്ടി ഞങ്ങളങ്ങനെ പറയട്ടെ, എൻ്റെ ഞാൻ പറഞ്ഞു തീരാൻ. ഞങ്ങളുടെ നയം എന്താണെന്ന് പറഞ്ഞാൽ SNDP യോഗം ഒരു നയം എടുത്തിട്ടുണ്ട്. പാർട്ടിക്കാരായിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ആ പാർട്ടിക്കാർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥി കിട്ടിയാൽ മത്സരിക്കണം. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മത്സരിക്കണം. പാർട്ടി അല്ലാത്ത ആരെങ്കിലും സ്ഥാനം തന്നാൽ നിങ്ങൾ അതുപോലെ അവർ ഭരണ പാർട്ടിയിൽ നിങ്ങൾ മത്സരിക്കണമെന്നില്ല. പിന്നെ പ്രാദേശികമായിട്ട് നിങ്ങൾ അതാത് പ്രദേശത്തുള്ള യൂണിയൻകാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ നിർത്തുക എന്നുള്ളതല്ലാതെ ഒരു നയമെന്ന നിലയിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ വ്യക്തമാകുകയില്ല. ഈ ചിലത് മനസ്സിലായെന്ന് പറഞ്ഞ് മനസ്സിലായാലും മനസ്സിലാകാതെ പോകും. നിങ്ങളുടെ മനസ്സ് വേറെ വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതെ അത് ഇത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നിങ്ങൾ ഏതായാലും കണ്ടുപിടിച്ചവർ അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അന്വേഷിക്കട്ടെ. ഒരു ആഗ്രഹം നിങ്ങളുടെ ജനം ആഗ്രഹിക്കുന്ന എല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. അത് ആവശ്യപ്പെട്ട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പെറ്റീഷൻ കൂടെ CBI കൂടെ അന്വേഷിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആ വഴി അന്വേഷിച്ചോട്ടെ. മറുപടി പച്ചയായ മറുപടി പറഞ്ഞില്ലേ? ബോർഡ് വെച്ച് നടത്തുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതി നിങ്ങൾ ആരോപിച്ച സ്ഥിതിക്ക് നിങ്ങൾ ആ ഏജൻസി വെച്ച് അന്വേഷിച്ചോളൂ. ഇതിനൊന്നും നിങ്ങളെവിടെ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്ന് ഓരോരുത്തർ ഫോൺ ചെയ്ത് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങളെ ഇവിടെ വരിച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്താമെന്നായിരിക്കണമെങ്കിൽ എനിക്ക് നല്ല സൗകര്യമില്ല മറുപടി പറയാൻ. നിങ്ങൾ പറയണതെല്ലാം മറുപടി പറയാനായിട്ട് വന്നിരിക്കുകയല്ല ഞാൻ. അങ്ങനെ എന്നെ പ്രകോപിപ്പിച്ച് നിങ്ങൾ പത്രമധ്യമാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പ്രകോപിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അങ്ങനെ പറയാനൊന്നും ഞാൻ തയ്യാറല്ല. ഓ അത് അദ്ദേഹത്തോട് ചോദിക്കണം. എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമാണ്.
അത് ഇങ്ങനെ പറഞ്ഞത് എന്താണെന്നുള്ളതിന് ഉത്തരം അദ്ദേഹത്തോട് ചോദിക്കുക എന്നുള്ളതല്ലാതെ എന്നോട് ചോദിച്ചിട്ടൊരു കാര്യം. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് മറുപടി ഉണ്ടെന്ന്, ഞാനതിൽ ഷെയർ ഹോൾഡറാണെന്ന്. അതിപ്പോൾ ഈ മീഡിയയിൽ മറുപടി അല്ല പറയേണ്ടതല്ലത്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് കണ്ടുപിടിച്ച് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ വഴിക്ക് തെളിയിക്കേണ്ടത്. അത് മീഡിയയിൽ കൂടി പറഞ്ഞ് തെളിയിക്കേണ്ട കാര്യമല്ല. അത് മീഡിയക്കാർ ചോദിക്കുമ്പോൾ പറയേണ്ടത്. എനിക്ക് പല ബിസിനസ്സും ഉണ്ട്, ഒരു ബിസിനസ്സല്ല എനിക്ക്. ഞാനാ എന്ന് പറയാനൊക്കത്തില്ല. അതപ്പോൾ ഞാൻ ക്രെഡിബിലിറ്റിക്കുള്ള സർട്ടിഫിക്കറ്റ് അതിൽ കുറഞ്ഞു പോകുമെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം സുഹൃത്തെ. അല്ല അല്ല നിങ്ങൾ ചോദിക്കുന്നതിന് എല്ലാത്തിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ല. അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ ക്ഷണിച്ചിട്ട് ഞാൻ വന്നതാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെ രാഷ്ട്രീയ വിചാരം അനുസരിച്ചും ഞങ്ങളാരും കോഴ മേടിച്ചിട്ടില്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്ന സംഭാവന മേടിച്ചിട്ട് തന്നെയാണ്. ആ സംഭാവന മേടിച്ചിട്ടില്ല, ആ സംഭാവനകളെല്ലാം തന്നെ കണക്കിലുണ്ട്. അത് ഈ വഴിയെ പോകുന്നവർക്ക് ആ കണക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അതിൻ്റെ ട്രസ്റ്റീസ് കൂടുന്ന യോഗത്തിനകത്ത് പ്രസൻറ്റ് ചെയ്ത് അവരുടെ അംഗീകാരം മേടിക്കുക, ആഡിറ്റ് ചെയ്ത് അംഗീകാരം വാങ്ങിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. അതെല്ലാ കൊല്ലവും കൃത്യമായി ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങളോട് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര നാളുകളായിട്ട് ഇന്ന് ചർച്ചയിൽ നിൽക്കുന്നു, ലൈവായി നിൽക്കുന്നു, ഒരു സ്ഥലത്തും എത്തിയത്. ഞങ്ങളുടെയൊക്കെ നാടിന് അടുത്തായതുകൊണ്ട് അതൊരു പ്രപ്പോരെങ്കിൽ വി കൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ പൊതുവൊരു വികാരമാണ്. ആ വികാരം ഇത്തരം ഉണ്ടായിട്ട് പോലും അതിനൊരു സ്ഥലത്തും എത്താതെ നിൽക്കുക എന്ന് പറഞ്ഞാലോ കഷ്ടമാണത്. എന്തോ അതെനിക്കറിയാൻ പറ്റില്ല. എനിക്ക് ആവശ്യമില്ലാത്ത മറുപടി എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. നമുക്കറിയാൻ പാടില്ലാത്ത മറുപടി നമ്മളെന്തിനാണ് പറയണത്? അല്ല, ഇപ്പോൾ ഇതേ വളരെ അതെ ഒന്നാമത് തന്നെ നിങ്ങൾക്ക് തോന്നല, ഞങ്ങളുടെ വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ച, നിങ്ങൾ വളരെ വ്യക്തമായി ഇപ്പോൾ പറയാം. മതേതര പാർട്ടി വേറെ, സംഘടന വേറെ. കാരണം പാർട്ടി എന്ന് പറഞ്ഞാൽ മതേതരമായിരിക്കും പാർട്ടികളെല്ലാം. ഈ രാജ്യത്ത് ഏത് പാർട്ടിയാണ് മതത്തിന് അധിഷ്ഠിതമായ പാർട്ടി? ഒന്നുമില്ല. അവരുടെ ഭരണഘടന എല്ലാം തന്നെ മതേതര പാർട്ടി തന്നെയാണ്. പക്ഷേ സംഘടന ഏതാണ്? സംഘടന എല്ലാം മതത്തിന് അധിഷ്ഠിതമാണ്. അതുകൊണ്ട് വിശാലമായ ഹിന്ദു ഐക്യം അല്ല ഞങ്ങളുടെ. നായാടി തൊട്ട് നമ്പൂരി വരെയുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ സമുദായത്തിൻ്റെ കൂട്ടായ്മ തന്നെയാണ്. എല്ലാം അതൊന്നും പറയാനൊക്കത്തില്ല. കാരണം അവർക്ക് എല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ സുഹൃത്തെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ മുന്നണികളെല്ലാം ഉണ്ടായ ഒരു പാർട്ടി ഉണ്ടായാൽ പോലും അന്ന് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്നും പാർട്ടി മാറണമെന്നേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിൽക്കുന്ന പാർട്ടിയിൽ തന്നെ നിൽക്കണം. ഈ പുതിയൊരു പാർട്ടി ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടത്തോടെ വരണമെന്നുള്ള അഭിപ്രായം പോലും എനിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. അല്ല SNDP അല്ല, SNDP തെറ്റിപ്പോയി. അതെ, അതായത് ഭൂരിപക്ഷ അത് എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ നോക്കുന്ന കാര്യമല്ല. ആയിട്ടില്ല. ഒരു പാർട്ടി നെല്ല് കയ്യലടി ചോദിക്കാൻ പോകണമൊക്കെ എനിക്കറിയാമല്ല എന്ന്. അതങ്ങനെ പറഞ്ഞൊന്ന് തീർത്തോട്ടെ ഞാൻ. അല്ല, അതായത് നിങ്ങൾ വ്യക്തത വരുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങൾ നടത്തുന്ന ജാഥ എന്ന് പറഞ്ഞാൽ നായാടി തൊട്ട് നമ്പൂരി വരെയുള്ള
വിഭാഗത്തിൽപ്പെട്ട ഇവർക്ക് സഹകരിക്കാനൊക്കുന്നവരെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജൈത്രയാത്രയാണ്. ആ യാത്ര തീരുന്നതിന് മുറയ്ക്ക് ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഒറ്റയ്ക്ക് പറയാൻ സാധിക്കുന്നതല്ല. അതിന് ബന്ധപ്പെട്ടവരെല്ലാം കൂടി ചർച്ച ചെയ്തിട്ടല്ലാതെ നിങ്ങളൊന്നാലോചിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചാൽ തന്നെ എന്തെല്ലാം കടമ്പകളുണ്ട്, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടായിരിക്കണം ഒരു പാർട്ടി ഉണ്ടാക്കേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ ഇന്നിരുന്ന് ഞാൻ പാർട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പാർട്ടി ഉണ്ടാകുകയില്ല. ഒരു കാരണവശാലും പോവുകയില്ല. അത് വേറെ ഇത് വേറെ. ഒരു കാരണവശാലും അങ്ങനെ ഒരു പൂർണ്ണ പിന്തുണ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളാരും ചെന്നിട്ടില്ല. അവർ തരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടും വന്നിട്ടില്ല. അവർ പ്രധാന കമ്മ്യൂണിറ്റി അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് NSS വന്നിട്ടില്ല, നേതൃത്വം വന്നിട്ടില്ല എങ്കിലും അണികളിൽ നല്ലൊരു ശതമാനം അണിചേരുന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. BJP എന്തിനാ ന്യായീകരിക്കുന്ന? പിന്നെ നിങ്ങളെ ന്യായീകരിക്കാം. നിങ്ങളെ ന്യായീകരിച്ചല്ലേ പ്രമേയം പാസ്സാക്കി ഞങ്ങൾ. ഗോവധത്തെപ്പറ്റി എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ പത്രത്തിൽ വാർത്തയില്ല. ഞാൻ ഏതായാലും ഗോവധ പശുവിൻ്റെ ഇറച്ചി തിന്നുന്നതിനാണ്. ഈഴവ മുന്നേറ്റ യാതൊന്നും അല്ല. അത് കൈരളിക്ക് മുഴുവൻ തെറ്റുന്നുണ്ട്. മുഴുവൻ എന്തു ഞാൻ ഈഴവ മുന്നേറ്റ യാത്ര എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചില്ല, ഗോവധത്തെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചില്ല. ഇതൊന്നും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല. അല്ല, ഇതിപ്പോൾ ഗോവധത്തെപ്പറ്റി വരും. ഞാൻ പശു ഇറച്ചി തിന്നും, അതെനിക്കറിയാം. അതല്ല, ബാക്കിയുള്ള നയത്തെപ്പറ്റി പറയാൻ ഞാൻ ഇപ്പം ആളല്ല. അത് പറയണമല്ലോ. അവരൊക്കെ പറഞ്ഞേ പറ്റൂ. അവരൊക്കെ പറയുന്നതല്ല ഞങ്ങൾക്കുള്ള ശക്തി. ET മുഹമ്മദ് ബഷീർ അത് പറഞ്ഞില്ല എങ്കിൽ പിന്നെ ഞങ്ങളുടെ ശക്തി എന്നതാണ്. അത് അദ്ദേഹം പറയണം. അത് അദ്ദേഹം മാത്രമല്ല, മുസ്ലിം ലീഗിലെ പലരും പറഞ്ഞില്ലേ. റാന്നി നിങ്ങൾ അടൂർ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതിന് നിങ്ങൾ ഇപ്പോൾ പൊതുവെ ഞാനതിനൊരു മറുപടി പറയാം. ഓരോന്നെടുത്ത് ഞാൻ പറയാല. അത് പൊതുവെ ആവശ്യമില്ലാതെ നമ്മൾ സമയം കളയാനും നമുക്ക് പൊതു താല്പര്യമില്ലാത്ത കാര്യങ്ങളും വല്ല പ്രത്യേക ആളുകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം എടുത്ത് ചർച്ച ചെയ്താൽ ശരിയാകത്തില്ല. ഈ അടൂർ അദ്ദേഹം പറഞ്ഞതിന് തന്നെ മറുപടി പറയാം. ഈ അടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സാമ്പത്തിക കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളാരും ഉത്തരവാദിയല്ല. ഞാനറിയാതെ, യോഗ അറിയാതെ അന്നുണ്ടായിരുന്ന ഭരണക്കാർ ബാങ്കിലെ മാനേജരുമായിട്ട് ചേർന്ന് പണമെടുത്ത് നിങ്ങൾ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല കേട്ടോ. അല്ല, ഏത് പറഞ്ഞു ഈ പുള്ളി ആ മൂലയിൽ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു മര്യാദ വേണ്ടേ ഇപ്പം? ഞാൻ പറയുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോയി തിരക്കിക്കൊള്ളുന്നുണ്ടാണ്. ഞങ്ങൾക്ക് ആർക്കും അവകാശം, ഞങ്ങൾ ആരോടും ചോദിക്കാതെ, ഞങ്ങൾ അറിയാതെ അവിടെ ഒരു ബാങ്കിൽ നിന്ന് അവിടുത്തെ യൂണിയൻ്റെ നേതാക്കന്മാർ പണം എടുത്ത് സ്വന്തമായി എടുത്തിട്ട് കുറേ പേർക്ക് കൊടുക്കുകയും കുറേ എല്ലാം പണം വഴി മറിക്കുകയും ചെയ്തു. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച് അവരെ ആ യൂണിയനെ പിരിച്ചുവിട്ടു. ഇവരെ രണ്ടുപേരുടെയും പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിൻ്റെയും പേര് ക്രിമിനലായും സിവിലായും നടപടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അല്ല, ഞങ്ങളുടെ പേരിൽ വന്ന് അതിൻ്റെ സത്യം വന്നിട്ട്
അല്ല അത് പറഞ്ഞാൽ ശരിയല്ല. അത് നിങ്ങളുടെ കാര്യം മാത്രം മനസ്സിലാക്കണം. മൈക്രോ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ലത്. അവർ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ പറയാൻ തുടങ്ങി ഞാൻ അങ്ങോട്ട് നിങ്ങൾ മിണ്ടാതിരിക്കാം. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഞാനിത് കേട്ടിട്ട് ഒരു മണ്ണുണ്ണിയായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കും പറയാനുള്ളത് ഞാൻ പറയും. അങ്ങനെയൊന്നും ചെയ്യരുത്. രണ്ടുപേരും കൂടെ ഒരേ സ്വരത്തിൽ. അതല്ല എൻ്റെ ശരി. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് മൈക്രോ ഫൈനാൻസിൻ്റെ 5 പൈസയായി എടുത്ത കഥയല്ലത്. ഈ ആൾ ഇന്നലെ വന്നത്. ഇന്നലെ വന്നിച്ചും പറഞ്ഞ് കുട്ടനാട്ടം യൂണിയൻ്റെ പ്രസിഡൻറ്റ് വ്യക്തിപരമായി എൻ്റെക്കിൽ നിന്ന് രൂപ വാങ്ങിച്ച് ഭൂമി കാണിച്ച ഭൂമിയല്ല തീരെഴുതി എനിക്ക് തന്നത്. അങ്ങനെ ഒരു ചീറ്റിംഗ് നടത്തിയിരിക്കുന്നു. ആ ചീറ്റിങ്ങിനെതിരെ ഞാൻ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാത്ത വാറണ്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പറഞ്ഞു കൊള്ളാം, അത് എനിക്കെന്ത് ചെയ്യാനൊക്കെ ചോദിച്ചു. ഞാൻ പറയും, കോടതിയെ നിങ്ങൾ കേസ് കൊടുത്ത് ഈ സാഹചര്യത്തിൽ എനിക്കെന്ത് ചെയ്യാനൊക്കും? നിങ്ങൾ തട്ടിപ്പ് കാണിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി ഇപ്പോൾ നല്ല ഫൈറ്റ് നടത്തിയെന്ന് ജഡ്ജ്മെൻറ്റ് വാങ്ങിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് നടപ്പാക്കണം. അതിന് എന്ത് സഹകരണം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. കുഞ്ഞ് അങ്ങനെ ആ ക്രിമിനൽ കേസ് ശിക്ഷിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ടും പോകും. ഓ, ഭരണഘടനയിലുണ്ട് മാറ്റം. ഇപ്പം തന്നെ ഈ ഇവിടുത്തെ മാതൃഭൂമിയും ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്ന തൃക്കരിപ്പൂർ ഞാൻ വ്യവസ്ഥ പാലിക്കുന്നത്. നിങ്ങളങ്ങനെ എന്നെ ക്വസ്റ്റ്യനൊന്നും ചെയ്യാതെപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യും. അതിന് തെളിവാണ് അടുത്ത പറയണത്. സമ്മതിക്കില്ല. തൃക്കരിപ്പൂർ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ ഒരു കള്ളത്തരത്തെ പറ്റി. ഞാൻ അന്വേഷിച്ചപ്പോൾ അത് വളരെ കറക്റ്റാണ്. ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരുന്നു, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു സുകുമാരൻ, ഉദന്നൂർ സുകുമാരൻ പോയി അന്വേഷിച്ചപ്പോൾ വളരെ ശരിയാണെന്ന് തോന്നി. അവനെ ഇന്ന് ഞാൻ കശാപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരണത്. എന്തോ ഇരിക്കട്ടെ, അതിൽ വല്ലൊരു സുഖം കാണുന്നെങ്കിൽ അതിന് വല്ലതും സുഖം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളും ആ കൂട്ടത്തിൽ സുഖം കണ്ടോളൂ. എന്തോ അതെ, ഇന്നത്തെ ഞാൻ കണ്ട് കൊടിയേരിയുടെ മകനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ അസംബന്ധം പറയണതാണ്. കൊടിയേരിയുടെ മകന് അതുമായിട്ട് ഇപ്പം ഞാനിങ്ങോട്ട് വന്ന വിധത്തിലാണ് അങ്ങനെ ഒരു കയറി വന്നിടുന്നത്. ഓരോരുത്തരും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോന്നും പറയും. അതിന് റെക്കാർഡ് എടുത്തിട്ടുണ്ടല്ലോ പാർട്ടിക്കാർ. അതിനകത്ത് കൊടിയേരിയുടെ മകനുണ്ടാന്ന് നോക്കട്ടെ. ഏതെങ്കിലും ഒരു കടലാസ് ആ പയ്യൻ ഉൾപ്പെട്ടാന്ന് കൊടിയേരി ഏത് മകനാണ് അതുപോലെ എനിക്കറിയാൻ പറ്റും. 2 മക്കളുണ്ടെന്നറിയാം. അതൊന്നും എനിക്കറിയാം. ഞാൻ ഈ നാട്ടുകാരനല്ല. അല്ല, വിഭാഗീയത അവസാനിപ്പിച്ചല്ല, അവരെല്ലാം ഒന്നായില്ലേ. അതിനെനിക്ക് വല്ലതും തരണ്ടേ? CPM മാത്രമാണ്. പിന്നെ UDF 3 കൂടെ നിന്ന് അടിച്ചിട്ടിരുന്നതല്ലേ. ഇപ്പം 3 പേരും അണ്ണനും തമ്പിയായിട്ട് മാറിയില്ലേ? SRP എന്ന് പറയുന്നത് അത് ഇപ്പം കണ്ടില്ലേ, രണ്ടാമത് സംഘടിപ്പിച്ച് അത് എന്നെ പിളർന്നില്ലേ. അപ്പോൾ എനിക്കിപ്പോൾ ആ SRP ജീവിപ്പിക്കലല്ലോ എൻ്റെ കടമ. അല്ല, പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വെച്ചാൽ അത് കൊണ്ടുവന്ന കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ നോക്കിയാൽ അതൊരു കാലഹരണപ്പെട്ട ഒരു പാർട്ടിയായി ഇന്ന് നിലനിൽക്കും. അതുകൊണ്ടാണല്ലോ വളരാതെ പോയത്. എന്തുകൊണ്ട് വളർന്നില്ല? ഇതൊക്കെ ഞാനിവിടെ മീഡിയയിൽ പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. അതൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെതുമായിട്ട് നീങ്ങുന്നുണ്ട്. അത് എപ്പോൾ ആര് എങ്ങനെയെന്ന് പറയേണ്ടത് ഞാനല്ല. അതുമായി മുമ്പോട്ട് പോകുന്നൊരു ആൾക്കാരുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പാർട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകും. നിങ്ങളൊരു കാര്യം, രജിസ്ട്രേഷന് തന്നെ വേണം 1 മാസം. അതൊക്കെ നിങ്ങൾ പത്രത്തിൽ എഴുതിയല്ലോ, പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് പറയേണ്ട കാര്യമില്ലത്.
ആ സഹകരിക്കുമെന്ന് അങ്ങേറ്റം സഹകരിക്കും. ഏത് കൊലക്കേസുണ്ടെങ്കിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായി സഹകരിക്കും. ശാശ്വതാനന്ദ സ്വാമിയല്ല, ഇനി ആരെങ്കിലും കൊണ്ടുവരാനുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് എന്ത് വന്നാലും. അതെ, ഉദയഭാനു ആരാണെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറയുന്നു. 15 കൊല്ലങ്ങൾക്ക് മുമ്പേ ആ കേസിൻ്റെ സെക്ഷൻ നോക്കുന്നു. നാണം ഉണ്ടോ ഇതുകൊണ്ട് പറഞ്ഞ് നടക്കാനായിട്ട്? അത് ബലാത്സംഗം ചെയ്തൊരു സ്ത്രീയെ, ആ ബലാത്സംഗം ചെയ്ത സ്ത്രീകളെ എൻ്റെ കേസ് 15 കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയതിന് ശിക്ഷിച്ചതിനാണ് ഇപ്പോൾ സ്വീകരണം കൊടുക്കുകയാണ്. ചെറുക്കാലമാണ്. ഇത് മഹാകാര്യങ്ങളൊന്നും പറയാം. ഒരു കാര്യം പറയാം, സംവരണത്തെപ്പറ്റി ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. ഈ ധാരണ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് നിലവിലുള്ള സംവരണ തത്വം മാറ്റാൻ പാടില്ല എന്ന്. അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഇന്നുള്ള സംവരണ നയം മാറ്റുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാരുണ്ട്, പാവപ്പെട്ടവർ, അവർക്കൊരു പരിഗണന കൊടുക്കാവുന്ന നിലയിലേക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. അതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്നാണ് മറുപടി പറഞ്ഞത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതിൻ്റെ വരികൾക്കിടയിൽ കൂടെ എന്തെങ്കിലും ഒന്ന് പരിശോധിക്കാതെ എനിക്കൊന്നും പറയാം. ഞങ്ങളുടെ അഭിപ്രായം നിലവിലുള്ള ഇന്നുള്ള സംവരണ നയം അതുപോലെ തുടരണമെന്നും അതോടൊപ്പം തന്നെ മുന്നോക്ക സമുദായത്തിലെ പാവങ്ങളെ കൂടി മുന്നോക്കം കൊണ്ടുവരാനുള്ള പരിരക്ഷയും പരിഗണനയും അവർക്കും കൂടെ ഉണ്ടാകണമെന്നാണ്. ആരാണ്? അല്ല, മുഹമ്മദ് വിമർശിച്ചില്ലെങ്കിൽ പിന്നെ ഞാനായില്ലല്ലോ. എൻ്റെ സംഘടനാ ബലം കൂടുമ്പോൾ എന്നെ വിമർശിക്കണമല്ലോ മിസ്റ്ററേ. അങ്ങനെ വിമർശിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനവും എൻ്റെ ശക്തിയും ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. അപ്പം ഒരു ബാധിക്കല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്താൽ തന്നെ ഇപ്പോൾ 3 മാസം കഴിഞ്ഞുള്ളൂ. ഇനി 4.25 കൊല്ലം ഇനി കിടപ്പുണ്ട്. അതിനുള്ളിൽ ദൈവം തമ്പുരാനോ വേറെ ആരെങ്കിലും എന്നെ വെട്ടിക്കൊന്നില്ലെങ്കിൽ 51 വെട്ടാ 61 വെട്ടാ വെട്ടിക്കൊല്ലാതിരിക്കുകയും ദൈവം മുകളിലോട്ട് ആയസെടുക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ ഇനിയും ഈ കാലാവധി പൂർക്കാൻ 4.25 കൊല്ലത്തിന് മേലുണ്ട്. ആ സ്ഥാനം ആർക്കും തിരിച്ചെടുക്കാൻ അവകാശമില്ല. SNDP യോഗത്തിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇതിൻ്റെ പേരിൽ ഒരു പ്രസിഡന്റ് ആരുണ്ടാക്കാൻ ശ്രമിച്ചാലും ഉണ്ടാകില്ല. അതിൻ്റെ സംവിധാനം നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണ്. ഇതൊക്കെ മുമ്പ് SNDP പിടിച്ചെടുക്കാൻ PM കാരനെ കൂടെ ഇറക്കി. എന്നിട്ട് PM കാരൻ ഞങ്ങളുടെ പിടിച്ച്. ഇപ്പോഴും ഞാൻ എന്താ പറഞ്ഞത്, പാർട്ടി മെമ്പർമാരെല്ലാം തന്നെ ഞങ്ങളുടെ ആളുകളുണ്ടെങ്കിൽ പോലും എടുത്തോ സ്ഥാനാർത്ഥിത്വം എന്താ പറഞ്ഞത്, അവർ ചുവന്ന കൊടി പിടിക്കട്ടെന്ന്. ആ കൂട്ടത്തിൽ ഒരു ഹൃദയത്തിൽ ഞങ്ങളുടെ മഞ്ഞക്കൊടി കാണുമെന്നും അത് പിടിക്കേണ്ട സമയത്ത് അവരെ കൊണ്ട് പിടിപ്പിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. PM കാരൻ വന്നിട്ട് എങ്ങനത്തെ പോയി വല്ലതും ചെയ്യാനെത്താ? അതൊക്കെ അങ്ങനെ കിടക്കട്ടെ. എന്താണ് ഞങ്ങളിലേക്ക് മാത്രം പിടിച്ചെടുക്കാൻ ഇത്ര ആഗ്രഹം? ബാക്കിയുള്ളവരെ തൊടാൻ എന്താണ് പേടി? ഒരുപാട് കാര്യം ചോദിച്ച് മണിക്കൂർ എത്രയാണെന്നറിയാം. ക്ലോസ് ചെയ്യണം. ഒരു അസഹനയില്ല. ഞാനെന്ത് ചെയ്യണം? ചിരിക്കണം, റെഡി, കരയണോ? ഞാൻ വന്നപ്പോഴേ പറഞ്ഞ് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. വരരുതെന്ന് പറഞ്ഞവരിവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വരുമെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം ഞാൻ പേടിച്ചോടുന്നവനല്ല. ബെൽച്ചട്ടി എന്ന് പറഞ്ഞത് രജിസ്റ്റർ ചെയ്യുന്ന മൈക്രോ ഫൈനാൻസ് അന്വേഷിക്കണം. ഇതെല്ലാം അന്വേഷിച്ച് ഞാൻ ചലഞ്ച് ചെയ്യണം. വേണ്ട, എന്നാൽ വേറെ കാര്യം, ആരെ കൊണ്ട് അന്വേഷിക്കണോ താങ്കൾ പറ. അല്ല, CBI വിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വെട്ട് കേസ് CBI വിട്ടേര്. അതെ, അത് വിട്ടേര്. പിന്നെ ആരെ കൊണ്ട് വേണമെന്ന് താങ്കൾ പറ. അത് പറയാം നാളെ തൊട്ട്. ഞാൻ ചോദിക്കുന്ന ഉത്തരം പറ. നാളെ തൊട്ട് ഞാൻ ആരുടെ പേര് പറയണം അത് ഞാൻ പറയാം. അപ്പോൾ തർക്കം തീരുമല്ലോ.
ശരി, ഇപ്പം തന്നെ തൊട്ട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലുള്ള ശക്തമായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഏത് ഏജൻസിയെ വെച്ചും നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. തൽക്കാലം ഞാൻ നിർത്തുന്നു. അതെ, അതായത് എല്ലാത്തിനും മറുപടി അത് പറഞ്ഞില്ല എന്ന് വരുത്താൻ വേണ്ടി നാളെ കൈരളി കാണിക്കണം. ബെൽച്ചെട്ടിനെ പറ്റി ചോദിച്ചപ്പോഴൊന്നും പറഞ്ഞില്ല. അത് നിങ്ങൾ പറഞ്ഞാലും എഴുതുമെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ എഴുതിയതുകൊണ്ടല്ല ഞാൻ ഇത്ര വലിയവനായത്. അതുകൊണ്ട് അതിനൊന്നും കുറയ്ക്കണ്ട. ബെൽച്ചെട്ടിയെ പറ്റി ഒന്നേ പറയാനുള്ളത്, ഏത് ഏജൻസിയെ കൊണ്ടും നിങ്ങൾ അതിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കുക, കണ്ടെത്തുക.